നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളാണ്. നമ്മുടെ കേറ്ററ്റ്, സെറ്റ്, അതുപോലെ BEd, DLEd എന്നീ പരീക്ഷകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ കേറ്ററ്റ് പോലുള്ള പരീക്ഷകൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്താണ്, ഏതൊക്കെ ടൈപ്പാണ് എന്നൊന്നും അല്ല ചോദിക്കുന്നത്. ഒരു സിറ്റുവേഷൻ തരും. അത് നമ്മൾ ഏത് ഡിസബിലിറ്റി ആണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഈ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് പഠന വൈകല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ടൈപ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടി നന്നായിട്ട് എഫേർട്ട് എടുത്ത് കുത്തിയിരുന്ന് കാണാതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് ഒരു വ്യക്തിയുടെ പഠനശേഷിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇത് വായന, എഴുത്ത്, സംസാരം, കണക്ക്, അതുമല്ലെങ്കിൽ മറ്റ് അക്കാദമിക് കഴിവുകൾ എന്നിവയൊക്കെ ഇത് ബാധിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റീസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അത് നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കി തന്നെ വെക്കുക. ഒന്നാമത്തതാണ് ഡിസ്ലെക്സിയ. മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം പേര് തന്നെയാണ്, ഡിസ്ലെക്സിയ. അതായത് വായനാ വൈകല്യം, റീഡിംഗ് ഡിസോർഡർ ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പാരഗ്രാഫ് വായിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ മാറുക, അല്ലെങ്കിൽ വാക്കുകളോ വരികളോ ഒക്കെ വിട്ടുപോവുക, അതുപോലെ അക്ഷരങ്ങൾ മാറിപ്പോവുക. ഇപ്പം ദാന്ന് വായിക്കേണ്ടടുത്ത് നാന്ന് വായിക്കുക, അങ്ങനെ അക്ഷരങ്ങൾ മാറിപ്പോവുക, അല്ലെങ്കിൽ വാക്കുകൾ ഇല്ലാത്ത അക്ഷരങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് അതിനോട് വായിക്കുക, അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞുള്ള വായന. ഇതൊക്കെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ലേഖന വൈകല്യം അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയാം. ഒരു കുട്ടിക്ക് കൃത്യമായി എഴുതി പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതായത് ഒരു ആശയം രൂപീകരിച്ച് എഴുതാൻ ആ കുട്ടിക്ക് പ്രയാസം നേരിടും, അല്ലെങ്കിൽ എഴുത്തിൽ വൃത്തിയും വെടുപ്പും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ സാവകാശമായിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി എഴുതുമ്പോൾ അക്ഷരങ്ങളോ വാക്കുകളോ വിട്ടുപോകാം, അതുപോലെ ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതുക. ഇതൊക്കെയാണ് ലേഖന വൈകല്യത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തിൽ നേരിടുന്ന പ്രശ്നമാണ് ലേഖന വൈകല്യം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഡിസ്കാൽക്കുലിയ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കാൽക്കുലിയ, ഗണിത വൈകല്യം. അതായത് മാത്തമാറ്റിക്കൽ ഡിസോർഡർ ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അക്ഷരങ്ങളും സംഖ്യകളും എഴുതുന്നതിൽ പ്രയാസം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അക്കങ്ങൾ തിരിഞ്ഞു പോകുന്നു. എന്ന് വെച്ചാൽ ഇപ്പം 6+6=12 എന്ന് കുട്ടി പറയും, പക്ഷേ എഴുതുമ്പോൾ 12 പകരം എങ്ങനെ എഴുതാം, 21 എന്ന് എഴുതാം. അതുപോലെ സ്ഥാനവിലയിൽ വ്യക്തതയില്ലാതിരിക്കുക. ഇതൊക്കെയാണ് ഗണിത വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നാലാമത്തതാണ് ഡിസ്പ്രാസിയ എന്ന് പറഞ്ഞാൽ ശാരീരിക ചലന വൈകല്യം അല്ലെങ്കിൽ പ്രയോഗ വൈകല്യം, മോട്ടോർ കോഓർഡിനേഷൻ ഡിസോർഡർ എന്നും നമുക്ക് പറയാം. ഡിസ്പ്രാസിയ എന്ന് വെച്ചാൽ ഇപ്പം ഒരു സാധനം ഒരു കുട്ടിയോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതിന് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, അതിന് പ്രയാസം നേരിടാം. അതുമല്ലെങ്കിൽ നമ്മുടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഉപകരണമാണ് കത്രിക കുട്ടിക്ക് ശരിയായിട്ട് പിടിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. അതുമല്ലെങ്കിൽ ഒരു കളർ ചെയ്യാനായിട്ട് ഒരു ചിത്രം കൊടുക്കുമ്പോൾ ക്രയോൺ ഉപയോഗിച്ച് ആ ചിത്രത്തിൽ പൂർണ്ണതയോടെ മനോഹരമായിട്ട് കളർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതിനെയൊക്കെയാണ് ഡിസ്പ്രാസിയ എന്ന് പറയുന്നത്. അതായത് ശാരീരിക ചലനപരമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടാണ്
ഡിസ്പ്രാസിയ എന്ന് പറയുന്നത്. നാലാമത്തതാണ് അഫേഷ്യ. 5. അഞ്ചാമത്തതാണ് അഫേഷ്യ. അഫേഷ്യ എന്ന് വെച്ചാൽ ഭാഷാഗ്രഹണ വൈകല്യമാണ്. അതായത് ലാംഗ്വേജ് ഡിസബിലിറ്റിയാണ് അഫേഷ്യ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കഥ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അത് അതേപോലെ നമുക്ക് തിരിച്ചു പറഞ്ഞു തരാൻ പറ്റാത്ത ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ അതിന് തിരിച്ച് ഫ്ലുവൻ്റായിട്ട് നമുക്ക് മറുപടി തരാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയെയാണ് അഫേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഡിസ്ലെക്സിയ ആയിരുന്നു. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയിൽ നേരിടുന്ന പ്രശ്നമാണ്. രണ്ടാമത്തേതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ലേഖനപരമായിട്ട് നേരിടുന്ന പ്രശ്നമാണ്. മൂന്നാമത്തേതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഗണിത വൈകല്യമാണ്, അല്ലെങ്കിൽ ഗണിത കൈകാര്യം ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഡിസ്പ്രാസിയ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ശാരീരിക ചലനപരമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടിനെയാണ്. അഞ്ചാമത്തേതാണ് അഫേഷ്യ. അഫേഷ്യ എന്ന് വെച്ചാൽ ഭാഷാഗ്രഹണ വൈകല്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം.